നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നായകന്റെ വില്ലൻ വേഷം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ യഥാർത്ഥ സൂത്രധാരൻ പ്രമുഖ നടൻ എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. കൊച്ചിയിലെ നടന്റെ മൊഴിയെടുത്ത ഉന്നത പോലീസ് സംഘം ആക്രമിക്കപ്പെട്ട നടിയുമായി ഇയാൾക്കുള്ള ബിസിനസ് ബന്ധങ്ങളും അന്വേഷിക്കും. അതേസമയം കേസിലെ മുഖ്യപ്രതി പൾസർ സുനി കസ്റ്റഡിയിലെന്നും സൂചന. സംശയത്തിന്റെ നിഴലിലായ നടന്റെ മൊഴി IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം രേഖപ്പെടുത്തിയത് നടന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ നടന്റെ കുടുംബകാര്യങ്ങളിൽ നടി ഇടപെട്ടതും പകയ്ക്കു കാരണമായെന്ന് റിപ്പോർട്ട്. എന്നാൽ സംഭവവുമായി ബന്ധമില്ലെന്നും പൾസർ സുനിയെ അറിയില്ലെന്നും നടന്റെ വിശദീകരണം. അതിനിടെ ആക്രമണം നടന്ന വാഹനത്തിൽ നിന്ന് ലഭിച്ച നിർണായക തെളിവുകൾ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ ലഭിച്ചത് ക്രൂരമായ ലൈംഗിക പീഡനത്തിനുള്ള തെളിവുകളെന്ന് സൂചന. ഈ ദൃശ്യങ്ങൾ മുഴുവൻ സുനി പകർത്തിയത് സ്വന്തം ഫോണിൽ. നടിയോട് അതിക്രമം കാട്ടിയത് പൾസർ സുനി ഒറ്റയ്ക്കെന്നും ഇര ആരെന്ന് നേരത്തെ അറിയില്ലായിരുന്നെന്നും പിടിയിലായ മണികണ്ഠന്റെ മൊഴി. ക്രൂരമുറകൾ പ്രയോഗിച്ചതും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതും സുനിയാണ്. എന്നാൽ അഭിഭാഷകനെ ഏൽപ്പിച്ചത് ഈ സെൽഫോൺ ആണോ എന്ന് അറിയില്ലെന്നും മണികണ്ഠൻ. സിനിമയെ വെല്ലുന്ന തിരക്കഥ. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരവേ സംവിധായകൻ കൂടിയായ യുവനടന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഒരാൾ കസ്റ്റഡിയിൽ. സിനിമാ പ്രവർത്തകർ ഒരുമിച്ച് താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന്. കസ്റ്റഡിയിലായത് നടിയെ ആക്രമിച്ച സംഘത്തിലുള്ളയാളെന്ന് സൂചന. അതേസമയം മുഖ്യപ്രതിയെ പിടികൂടാൻ വൈകുന്നതിനു പിന്നിൽ ഉന്നത ഇടപെടലെന്ന് ആക്ഷേപം. സംഭവ ദിവസം പ്രതിക്ക് രക്ഷപ്പെടാൻ സമയം ലഭിക്കുന്നതിനായി പോലീസ് മനഃപൂർവ്വം തിരച്ചിൽ വൈകിച്ചതായി സൂചന. നടി അഭയം തേടിയ കാക്കനാട്ടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെ പ്രതിയുണ്ടെന്ന് മൊബൈൽ ടവർ ലൊക്കേഷനിൽ വ്യക്തമായിട്ടും പോലീസ് അനങ്ങിയില്ല. അതിനിടെ നടിക്ക് കാർ അയച്ചത് താനെന്ന വിശദീകരണമായി പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ. പൾസർ സുനിയെ നേരത്തെ അറിയാമെങ്കിലും ഇയാളെപ്പറ്റി ഷൂട്ടിംഗ് സെറ്റുകളിൽ മോശം അഭിപ്രായം കേട്ടിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉള്ളതായി അറിയില്ലെന്നും മാധ്യമങ്ങളോട് മനോജ്. കലങ്ങിമറിയാൻ സഭാതലം. സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയും റേഷൻ പ്രതിസന്ധിയും ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. കേരളത്തെ ഞെട്ടിച്ച കൊച്ചി സംഭവം സഭയിൽ ചർച്ചയാകും. വിവിധ വിഷയങ്ങളിൽ CPI-യുമായുള്ള ഭിന്നതയും ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കും. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് CPM-ഉം BJP-യും ആയിരിക്കെ ആക്രമണങ്ങൾക്ക് പിന്നിൽ മറുപക്ഷമാണെന്ന വാദമാകും CPM ഉയർത്തുക. വിലക്കയറ്റത്തിന്റെ ഉത്തരവാദിത്വം മുൻ സർക്കാരിനുമേൽ കെട്ടിവയ്ക്കാനും സർക്കാർ ശ്രമിക്കും. സഭയിൽ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധമായി കൊച്ചി സംഭവം. അതേസമയം സംസ്ഥാനത്ത് കടിഞ്ഞാണില്ലാതെ കുതിക്കുന്ന വിലക്കയറ്റം നേരിടാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സർക്കാർ നടപടി. വിലക്കയറ്റ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള സമിതിയുടെ പ്രവർത്തനം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു. അധിക നികുതി ഭാരത്തിന് സാധ്യതയില്ലാത്ത സംസ്ഥാന ബഡ്ജറ്റ് അവതരണം മാർച്ച് 3-ന്. വിധി വഴിയിലെ 4ാം ഘട്ടം. നാളത്തെ 4ാം ഘട്ട വിധിയെഴുത്തിനൊരുങ്ങി ഉത്തർദേശം. വികസനത്തിൽ നിന്ന് വർഗീയതയിലേക്കും ബീഫ് രാഷ്ട്രീയത്തിലേക്കും വഴിമാറിയ പ്രചരണത്തിലെ അന്തിമ വിധി ആർക്കൊപ്പം എന്നത് സമാജ്വാദിക്കും BJP-ക്കും നിർണായകം. വോട്ടെടുപ്പ് 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലേക്ക്. പകുതി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം 4ാം ഘട്ടത്തിൽ BJP നീങ്ങിയത് കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക്. ഫത്തേപൂരിൽ മോദി നടത്തിയ വിവാദ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. ദളിതരും ന്യൂനപക്ഷങ്ങളും വിധിയെഴുതുന്ന 4ാം ഘട്ടത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്ന് മായാവതി. വിസയിൽ വ്യക്തത തേടി. വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസയുടെ കാര്യത്തിൽ അമേരിക്ക ദീർഘവീക്ഷണത്തോടെ കൂടിയ സമീപനം പുലർത്തണമെന്ന് പ്രധാനമന്ത്രി. മോദിയുടെ ആവശ്യം ഇന്ത്യ സന്ദർശിക്കാനെത്തിയ US കോൺഗ്രസ് പ്രതിനിധി സംഘത്തോട്. H-1B വിസ നിയന്ത്രണത്തിൽ അമേരിക്ക കൂടുതൽ വ്യക്തത വരുത്തണമെന്നും നരേന്ദ്രമോദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.